അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കലാകൗമുദി ചാനലുണ്ടല്ലോ, അവർ ചാനലിൽ ഒരു 2 ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ശരിക്കും മുസ്ലിങ്ങളൊക്കെ ഭിന്നിപ്പിക്കാൻ BJPയുടെ വിജയത്തിന് വേണ്ടി അടുത്ത ഇലക്ഷനിൽ വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറച്ച് ഭിന്നത ഉണ്ടാക്കിയിട്ട് വെക്കുക എന്നുള്ള ഒരഭിപ്രായമാണ് ഇതിൽ കാണുന്നത്. കാരണം വെച്ചെങ്കിൽ കേരളത്തിലെ സമസ്തക്കും ലീഗിനും ആരാണ് പ്രധാനപ്പെട്ട ആചാര്യന്മാർ, ആരാണ് മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്ന നേതാവ് എന്ന് മൂപ്പർക്കൊന്നും ഇപ്പോൾ അറിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതറിയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത്. ഏതായാലും നമ്മളുടെ ഇടയിൽ വിത്തന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ഇത് കാണണം. ഏതായാലും നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണും. കേരളത്തിലെ സുന്നി മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ ഒരു രസാവഹമായ തർക്കം നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പരമോന്നത നേതാവ്? പരമോന്നത നേതാവ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ആണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ഒരു പരമോന്നത നേതാവൊന്നും ഇല്ല എന്നാണ് മുസ്ലിം മതവിശ്വാസികൾ പൊതുവെ പറയുന്നത്. എങ്കിലും പൊതുവെ ആരാണ് സുപ്രീം ലീഡർ കേരളത്തിലെ സുന്നി മുസ്ലിം മതവിശ്വാസികളിലെ എന്നൊരു തർക്കം അവിടെ അതിലെ സംഘടനകൾ തമ്മിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് നേതാവ്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണോ, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണോ? ഏത് തങ്ങളാണ് മുസ്ലിങ്ങളുടെ പരമോന്നത നേതാവ്? കേരളത്തിലെ സുന്നി മുസ്ലിങ്ങൾക്കിടയിലെ പരമോന്നത നേതാവ് ആരാണ്? ഇത്തരത്തിലുള്ള തർക്കം നടക്കുന്നുണ്ടെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുവെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോയ തങ്ങൾ ലീഗ് അധ്യക്ഷനായിരുന്നപ്പോഴും അതിനു മുമ്പ് ഉള്ള ലീഗ് അധ്യക്ഷന്മാർ, ബാഫക്കി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് അധ്യക്ഷന്മാരിരുന്നപ്പോഴുമെല്ലാം എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പൊതുവേ ഈ പാണക്കാട് തങ്ങന്മാർക്കും അതിനു മുമ്പുള്ള ബാഫക്കി തങ്ങൾക്കുമെല്ലാം ജാതി മതഭേദമന്യേ ജനങ്ങൾ അവരെ ബഹുമാനിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹം പൊതുവെ അവർക്കൊരു ആത്മീയ ആചാര്യ പദവി, പരമോന്നത ആത്മീയ ആചാര്യ പദവി നൽകിയിരുന്നു. ഒരു വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെങ്കിലും, എല്ലാവരും എന്നല്ല, വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെങ്കിലും ഈ പാണക്കാട് തങ്ങന്മാരെയും ബാഫക്കി തങ്ങളെയും ഒക്കെ തങ്ങളുടെ ഒരു വലിയ മതപണ്ഡിതന്മാരും മതാചാര്യന്മാരുമായി അംഗീകരിച്ചിരുന്നു ഒരു പരിധിവരെയെങ്കിലും. അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടാകുന്നതും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം വേറൊരു സംഘടന ഉണ്ടാക്കി, കാന്തപുരം AP വിഭാഗം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി പോവുകയും അദ്ദേഹം CPM-നോട് അടുക്കുകയും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ മുസ്ലിം ആചാര്യൻ, മുസ്ലിം മതപണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ ഉസ്താദായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ലീഗിലും അല്ലെങ്കിൽ സമസ്തയിലും വലിയ തർക്കങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണോ മലബാറിലെ മുസ്ലിങ്ങളുടെ പ്രധാന ആചാര്യൻ അല്ലെങ്കിൽ സുപ്രീം ലീഡർ, പരമാധ്യക്ഷൻ? അതാ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷനായ സാദിഖ് അലി തങ്ങളാണോ? ഇവരെ ആരാണ് മലബാറിലെ സുന്നി മുസ്ലിങ്ങളുടെ പ്രധാന ആചാര്യൻ അല്ലെങ്കിൽ സുപ്രീം ലീഡർ എന്നുള്ള തർക്കം ഇപ്പോൾ നടന്നു വരികയാണത്രേ. അത്തരത്തിലൊരു തർക്കമുണ്ടാകുമ്പോൾ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ഒരു കാലത്ത് സമസ്ത എന്ന് പറയുന്നത് ലീഗിൻ്റെ ഒരു മതപണ്ഡിത സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. ലീഗ് എന്ത് പറയുന്നുവോ അതാണ് സമസ്തയിൽ നടക്കുമായിരുന്നുള്ളൂ. ലീഗിൻ്റെ നേതാക്കളാണ് സമസ്തയെ ഏറെക്കുറെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നത്. സമസ്തയിലെ ഈ പറയുന്ന മുത്തുക്കോയ തങ്ങളടക്കമുള്ള വലിയ മതപണ്ഡിതന്മാർക്ക് എന്തെങ്കിലും കാര്യം സർക്കാരിൽ നിന്ന് നടത്തണമെങ്കിൽ മുസ്ലിം ലീഗ് വഴി മാത്രമേ അവർക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് UDF ഭരണകാലത്ത്. എന്നാൽ പിണറായി വിജയൻ വന്നതോടെ ഈ കളി മാറ്റി. അദ്ദേഹം സമസ്തയുടെ അധ്യക്ഷനെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ളവരെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം എന്ന് തന്ത്രശാലിയായി പിണറായി വിജയൻ പറയുകയും അതോടെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം സമസ്തയ്ക്ക് ഇല്ലാതെ വരികയും ചെയ്തു. എന്തെങ്കിലും ആവശ്യം സർക്കാരിന് നേരിടണമെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യം പറയാം, അദ്ദേഹം അത് അപ്പം നടത്തി കൊടുക്കും, പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ മുസ്ലിം ലീഗ് അപ്രസക്തമാകുന്നുള്ളൊരു ധാരണ ആയിടക്കി. കഴിഞ്ഞ 2 തവണയായുള്ള പിണറായി വിജയൻ്റെ ഭരണകാലത്തും സമസ്തയെ അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്യുകയും ലീഗിനെ പതിയെ മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പോൾ അവസാനം ലീഗിന് സമസ്തയിൽ വലിയ പിടിയില്ലാതെയായി. കാരണം സമസ്തയ്ക്ക് ലീഗിനെ ആവശ്യമില്ലാതെയായി. പിണറായി വിജയനോട് എന്ത് കാര്യം പറഞ്ഞാൽ നടത്തിത്തരും, പിന്നെ ലീഗിൻ്റെ ആവശ്യമില്ല, കുഞ്ഞാലിക്കുട്ടിയും തങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ള അവസ്ഥ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അടക്കമുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രസകരമായ കാര്യം, UDF വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പിണറായി വിജയൻ തുടരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും സമസ്ത നേതൃത്വം ലീഗിനോട് പറഞ്ഞു കളഞ്ഞു.
ഇതാദ്യമായിട്ടാണ് ലീഗ് ഇത് കേൾക്കുന്നത്. ലീഗ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇക്കാര്യത്തിൽ. കാരണം സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ നിലപാട് പിണറായിക്ക് അനുകൂലമായിട്ട് എടുക്കുന്നൊരു അവസ്ഥ വരെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ തർക്കം തുടരുകയാണ്. ആരാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളിലെ പരമാധ്യക്ഷൻ, പരമോന്നത നേതാവ്? അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണോ പാണക്കാട് സാദിഖ് അലി തങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം വളരെ രൂക്ഷമാവുകയാണ്. പരസ്പരം ലീഗ് നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇക്കാര്യത്തിൽ പരസ്പരം വാളോങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അതും ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും, വടക്കൻ ജില്ലകളിലെ മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ UDF-നും ചില വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ട്. അതാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭയങ്കര അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട്, പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഒരുപാട് നല്ല പൊഴുത്തിയിട്ടൊക്കെ പറഞ്ഞതാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ കണ്ട് അതിന് യാഥാർത്ഥ്യം എന്ത് നിങ്ങൾക്ക് ഇതാ അടുത്ത ബില്ലിൽ നിന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അടുത്ത ബില്ലുകളൊന്ന് കാണും. പൂഞ്ഞാർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി മറ്റാരുമല്ല ഷോൺ ജോർജ് തന്നെയാണെന്ന് പാർട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ്. ഷോണിൻ്റെ പിതാവ് PC ജോർജ് നിന്ന് പലതവണ വിജയിച്ച മണ്ഡലമാണ് പൂഞ്ഞാർ. എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. അവിടെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്, സെബാസ്റ്റ്യൻ കളത്തുങ്കൽ. എന്നാൽ ഇത്തവണ PC ജോർജ് മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പകരം BJPയിലെത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജിന് അവിടെ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. ഷോൺ ജോർജ് മത്സരിച്ചാൽ BJPക്ക് ആ സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഉള്ളത്. കാരണം പൂഞ്ഞാറ്റിലെ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളെല്ലാം ഷോൺ ജോർജിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കടുത്ത വിശ്വാസം BJP നേതൃത്വത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജിനെ അവിടെ മത്സരിപ്പിക്കുന്നത്. PC ജോർജ് കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ലെങ്കിലും അദ്ദേഹം പിടിച്ച വോട്ട് ഷോൺ ജോർജിന് ലഭിക്കും. അതോടൊപ്പം തന്നെ BJP വോട്ടുകളും ചേരുമ്പോൾ ഷോൺ ജോർജിന് അവിടെ നിന്ന് ജയിച്ചു കയറാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസമാണ് BJPക്കുള്ളത്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള 4ഓളം ക്രൈസ്തവ നേതാക്കളെ BJP കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി രംഗത്തിറക്കുന്നുമുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മാത്രമായിട്ട് 4-5 ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ BJP രംഗത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൂടുതലും കോട്ടയം ജില്ലയിലായിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഒരെണ്ണവും ബാക്കി 4 എണ്ണവും കോട്ടയം ജില്ലയിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വേണ്ടി ക്രൈസ്തവ നേതാക്കളായിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഷോൺ ജോർജിനെ അവിടെ രംഗത്തിറക്കാൻ BJP തീരുമാനിച്ചത് വളരെ ശക്തമായൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കിടയിൽ PC ജോർജിനും മകൻ ഷോൺ ജോർജിനും ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പലരും PC ജോർജുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. അത് ഷോൺ ജോർജിന് വളരെ അധികം ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിശ്വാസം. PC ജോർജിലൂടെയും ഷോൺ ജോർജിലൂടെയും ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ തങ്ങളുടെ കീശയിലാക്കാൻ BJPക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുമുണ്ട്. കാരണം പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂളിലെ തട്ടം വിവാദം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഷോൺ ജോർജിൻ്റെ ഇടപെടൽ ക്രൈസ്തവ സഭകൾക്ക് വളരെ അഭികാമ്യമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിനെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം രംഗത്തിറക്കാനുള്ള ഒരു താല്പര്യവും BJPക്കുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ അവരെ രംഗത്തിറക്കുന്നതിലും ഷോൺ ജോർജും BJPയുടെ മറ്റൊരു നേതാവ് അനൂപ് ആൻ്റണിയുമാണ് വളരെ വലിയ പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ക്രൈസ്തവ സ്വാധീനമുള്ള സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം BJP കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഷോൺ ജോർജ് പൂഞ്ഞാറ്റിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം അവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PC ജോർജ് പിടിച്ച വോട്ടും പിന്നെ BJP വോട്ടും ചേരുമ്പോൾ ഷോൺ ജോർജിന് അവിടെ നിഷ്പ്രയാസം വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണുള്ളത്? കാരണം ആദ്യത്തേൽ നമ്മളൊക്കെ തടയിട്ട് നല്ല സൗഹാർദ്ദത്തിൽ വലിയ നല്ല മനുഷ്യന്മാരായിട്ട് ജീവിച്ചുകൊണ്ടുണ്ടായ ആളുകൾ എന്തെങ്കിലും ആയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനും, പിന്നെ രണ്ടാമത്തെ ബില്ലുകൾ കണ്ടില്ലേ, അതായത് അവിടെ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു, തട്ടത്തിൻ്റെ എല്ലാം പറഞ്ഞു കണ്ടില്ലേ ഇടയിൽ. അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ചങ്ങായിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ മുസ്ലിങ്ങളെ തമ്മിൽ ഒന്ന് കലഹിപ്പിച്ചിട്ട് വെച്ചിട്ട് UDF-നെ ഒന്ന് പരാജയപ്പെടുത്തിയും അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് മറ്റേ ജോണ്ടല്ല നമ്മളെ ജോർജിൻ്റെ മോനെ
എങ്ങനെ ഒന്ന് വിജയിപ്പിക്കണമെന്നൊരു ആശയുണ്ട്. അതാണ് ഇതിൽ മനസ്സിലായത്. അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഇത് ഇപ്പോഴേ മനസ്സിലാക്കിക്കോളാം. അടുത്ത ഇലക്ഷനിൽ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് നമ്മളെ ഫിത്തന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി മുസ്ലിങ്ങൾ പ്രവർത്തിക്കണമെന്നേ പറയുന്നുള്ളൂ. കേരളത്തിൽ ഇവരെ കാലുകുത്താൻ നമ്മൾ അനുവദിക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്നിട്ട് നമ്മൾ ഇവരെ വിമർശിക്കാമെന്ന് ഇവർ എല്ലാവർക്കും അഭിപ്രായമായുള്ള എല്ലാ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് എന്നാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കാനുള്ള കാരണം. തെറ്റുകൂടെ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.